ശക്തമായ ത്രികോണ മത്സരം നടന്ന ഒരു മണ്ഡലമാണ് വയനാട്. എങ്ങനെയാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചിത്രങ്ങൾ? ദേവിക, അവസാനമായി പോളിംഗ് പെർസെൻറ്റേജ് വരുമ്പോൾ 73.23% ടോട്ടൽ പോളിംഗ് ഇവിടെ കാണിക്കുന്നത്, ശതമാനം കാണിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വളരെ കുറവാണിത്. ആ സമയത്ത് 2019 80% ഉണ്ടായിരുന്ന പോളിംഗ് ആണ് ഇപ്പോൾ 73.23% എത്തിയിരിക്കുന്നത്. ഇത് തികച്ചും ഭരണവിരുദ്ധ വികാരമാണ്, അല്ലെങ്കിൽ എംപിയോടുള്ള പ്രതിഷേധമായിട്ട് വേണം നമുക്ക് കണക്കിലെടുക്കാൻ. ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് കോൺഗ്രസിനും അതുപോലെ തന്നെ CPM-നും സൃഷ്ടിച്ചിട്ടുള്ളത്, UDF ക്യാമ്പിനും LDF ക്യാമ്പിനും സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ NDAക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. അതായത് തങ്ങൾക്ക് വോട്ട് കൂടുമെന്നും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിജയം തങ്ങൾക്കുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് NDA ക്യാമ്പ്. വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞത് ഇരു മുന്നണികളെയും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ആശങ്ക ഇവിടെയുള്ള മുന്നണികൾക്കുണ്ട്, ഇരു മുന്നണികൾക്കുമുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുന്ന ഒരു രീതിയിലായിരുന്നു തുടക്കത്തിലെല്ലാം ഈ തെരഞ്ഞെടുപ്പ് വേളകളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലുണ്ടായിരുന്നത്. ആനി രാജയെ ഇവിടെ പ്രഖ്യാപിക്കുന്നു, അത്തരത്തിൽ രാഹുൽ ഗാന്ധിയെ പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഏകദേശം രാഹുൽ ഗാന്ധിക്ക് പറ്റിയ ഒരു എതിരാളിയല്ല ആനി രാജ എന്നുള്ളത് നേരത്തെ തന്നെ ഒരു സംസാരമുണ്ടാകുന്നു. തുടർന്നാണ് NDA ശക്തനായ ഒരു പോരാളിയെ തന്നെ, ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ വയനാട്ടിൽ നിർത്തുന്നത്. അതായത് തങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ, BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ വയനാട്ടിൽ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീട് ഈ ഒരു മണ്ഡലം ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നു. തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണത്തിന് കോപ്പ് കൂട്ടുകയായിരുന്നു NDA അടക്കമുള്ള മുന്നണികൾ. ഒരു മാസക്കാലത്തോളമായി വലിയ രീതിയിലുള്ള ഒരു പ്രചാരണ പ്രവർത്തനം നടന്നു. പിന്നീട് നിശബ്ദ പ്രചാരണം നടന്നു. അതിനു മുൻപ് കൊട്ടിക്കലാശം ഉണ്ടായിരുന്നു. ഈ കൊട്ടിക്കലാശത്തിലടക്കം വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം NDA ക്യാമ്പിന് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം പകരുന്ന ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ ഉണ്ടെന്നുള്ളതാണ് NDA ക്യാമ്പിന് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം നൽകുന്ന, പ്രതീക്ഷ നൽകുന്നത്. അത്തരത്തിൽ ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് എതിരായുള്ള ഒരു ജനവികാരമായിട്ടാണ് പൊതുവെ കണക്കാക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ MPയുടേതായിട്ട് പറയത്തക്ക ഒരു വികസനവും വയനാട്ടിൽ നടന്നിട്ടില്ല. അത്തരത്തിൽ ഒരു വികസനവും നടന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, MP മറ്റുള്ളവർക്ക് അവൈലബിൾ അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. MP ആയി കഴിഞ്ഞതിൽ പിന്നെ രാഹുൽ ഗാന്ധി ആകെ വന്നിട്ടുള്ളത് 9 തവണ മാത്രമാണ്. ഒരു 5 വർഷത്തിനുള്ളിൽ അദ്ദേഹം വന്ന ഒരു കണക്കാണിത്. 9 തവണ മാത്രമാണ് വയനാട്ടിൽ എത്തിയത്. മാത്രമല്ല ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലടക്കം അല്ലെങ്കിൽ ഈ പ്രചാരണത്തിലടക്കം ആകെ വന്നിട്ടുള്ളത് 1 തവണ മാത്രമാണ്. ഇത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക കോൺഗ്രസ് ക്യാമ്പിന് ഉണ്ടാക്കിയിരുന്നു, അല്ലെങ്കിൽ UDF ക്യാമ്പിന് ഉള്ളിൽ ഉളവാക്കിയിരുന്നു. ഇത് തന്നെയാണ് ഇപ്പോൾ വോട്ടിങ്ങിലും നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ രീതിയിലുള്ള ഒരു കുറവ് വോട്ടിംഗ് പെർസെൻറ്റേജിൽ വന്നിട്ടുള്ളത് ഇത്തരത്തിൽ ഇരു മുന്നണികൾക്കും വലിയ തിരിച്ചടിയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിരുന്നു. ഭീഷണി അടക്കമുണ്ടായിരുന്നു. അതായത് കൃത്യമായിട്ടുള്ള വോട്ടിംഗ് നടത്തുകയില്ല, വോട്ടിംഗ് നടത്തരുതെന്ന് പലരോടും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ മാവോയിസ്റ്റ് ഭീഷണിയുള്ള എല്ലാ സ്ഥലങ്ങളിലും, പോളിംഗ് ബൂത്തുകളിലും വലിയ രീതിയിൽ ആളുകൾ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. കമ്പമല അടക്കമുള്ള സ്ഥലങ്ങളിൽ പോളിംഗ് ബൂത്തുകളിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ എത്തുകയും അവർക്ക് ബോധവൽക്കരണം നൽകുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അവിടെയും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനം കൂടിയത്. എന്നാൽ വയനാട് ജില്ലയിൽ മൊത്തത്തിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഇരു മുന്നണികൾക്കും വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്.